ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മളുള്ളത് വേളാങ്കണ്ണി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പിൽഗ്രിം കോട്ടേഴ്സിലാണ്. അപ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിൽ വന്നിരിക്കുന്നത് 31-ാം തീയതി നാട്ടിൽ നിന്ന് പോകുന്നു. 2025 1-ാം തീയതി നമ്മളിവിടെ വന്ന് റൂം എടുത്തു. അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ പിൽഗ്രിം കോട്ടേഴ്സ് ആണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ് ഏറ്റവും കുറച്ച് എല്ലാവർക്കും ബെറ്റർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ഹൈജീൻ ആയിട്ടുള്ളതും പുതിയ കോട്ടേഴ്സ് ആണെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങളാണ് വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡും ഈ കോട്ടേഴ്സിൻ്റെ ഏരിയയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ റൂമിൻ്റെ വിശേഷം പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വന്ന വിശേഷങ്ങളും നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് എറണാകുളത്തു നിന്നാണ്. എറണാകുളം കാരക്കൽ എക്സ്പ്രസ്സിലായിരുന്നു നമ്മൾ നാഗപട്ടണത്തിലേക്ക് വന്നത്. അപ്പോൾ നാഗപട്ടണത്തിൽ നിന്ന് നമുക്ക് കണക്ഷനായിട്ട് ട്രെയിനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ 10:35 ഞങ്ങൾ എത്തി. 10:20 സമയം കാണിച്ചിരുന്നെങ്കിലും ഒരു 10 മിനിറ്റോളം വൈകിയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് കണക്ഷൻ ട്രെയിൻ എടുത്തു. അവിടെ നമ്മൾ വേളാങ്കണ്ണി സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. ഞങ്ങൾ വന്നത് എറണാകുളം കാരക്കൽ എക്സ്പ്രസ്സിലാണ്. അത് വന്ന് നമ്മൾ നാഗപട്ടണത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ കണക്ഷൻ ട്രെയിനാണ് പോകുന്നത്. പലപ്പോഴും പുതിയ ആളുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ടാക്സിക്കാർ വന്നിട്ട് അവരെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണക്ഷൻ ട്രെയിൻ നമുക്ക് കിട്ടും. അത് നമുക്ക് വേളാങ്കണ്ണി സ്റ്റോപ്പിലേക്ക് ചെന്ന് ഇറങ്ങാൻ പറ്റും. പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഉപ്പളങ്ങളൊക്കെ കാണാം. അതായത് സോൾട്ട് ഉണ്ടാക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇരുവശങ്ങളിലും ഒരുപോലെയുള്ള കാഴ്ചകളൊക്കെയാണ്. ഈ യാത്രയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയാണ്. അതായത് വൈഫിൻ്റെയും അമ്മയും പപ്പയും അതുപോലെ എൻ്റെ പപ്പയും അമ്മച്ചിയും എൻ്റെ പെങ്ങളെ അളിയൻ, അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന ഒരു യാത്രയാണ്. മറ്റു ദിവസങ്ങളിലേക്ക് പോയതിനേക്കാൾ വളരെ വ്യത്യസ്തമായൊരു യാത്രയാണത്. പിള്ളേരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെയും ഗ്രാൻഡ് മദേഴ്സിൻ്റെയും ഒക്കെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസും ഇതെല്ലാം ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ റൂം കിട്ടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ വളരെ ഹൈജീനാണ്. നേരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നടന്നാണ് ബുക്കിംഗ് സ്റ്റേഷനിലേക്ക് പോയത്. ഓട്ടോറിക്ഷ വിളിച്ചില്ല, കാരണം ഇത്രയും പേരുള്ളതുകൊണ്ട് എല്ലാവർക്കും നടക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ബുക്കിംഗ് ഓഫീസിലേക്ക് എത്തി. ഇനി നമുക്ക് ബുക്കിങ്ങിൻ്റെ പ്രൊസീജിയർ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കൗണ്ടർ 8ലേക്കാണ്. കൗണ്ടർ 8 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് റൂമാണെന്നുള്ളത് ചൂസ് ചെയ്യാം. ഞങ്ങൾ ഡബിൾ റൂമാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ റൂം 2023 പണി കഴിച്ചിട്ടുള്ള സെൻറ്റ് പീറ്റേഴ്സ് സെൻറ്റ് പോൾസ് പിൽഗ്രിം കോട്ടേഴ്സ് ആണ്. പുതിയ കോട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വൃത്തിയുള്ള ഒരു ബിൽഡിംഗ് ആണത്. ആദ്യം വന്നിട്ടുള്ള പല മലയാളികളും ഞങ്ങൾ ചെന്ന സമയത്ത് വേറെ കോട്ടേഴ്സ് ബുക്ക് ചെയ്തിട്ട് ഇത് റീപ്ലേസ് ചെയ്ത് ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറാനായിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ബിൽഡിംഗ് തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആധാർ നമ്പറുള്ള ആൾ തന്നെ വേണം അവിടെ ബുക്കിങ്ങിന് നിൽക്കാനായിട്ട്. നമ്മുടെ തമ്പ് ഇംപ്രഷൻ അവർ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ബുക്ക് ചെയ്ത ആൾ തന്നെ വേണം വന്ന് ഇത് വെക്കേറ്റ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ഓർമ്മ വേണം. അതുപോലെ തന്നെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സമയം അതിനകത്ത് നോട്ട് ചെയ്ത് തരും. ആ സമയത്തിന് മുന്നേ തന്നെ വന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡബിൾ ചാർജ് നമ്മുടെ നിന്ന് ഈടാക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്യാഷായിട്ട് തന്നെ വേണം അവിടെ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട്. അവിടെ QR സ്കാനിങ്ങോ അതുപോലെ തന്നെ മറ്റുള്ള പേയ്മെൻറ്റ് സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ஓகேவா? 4800. நீ வெக்கேஷன் போது 2400 உனக்கு ரிட்டர்ன்.
അപ്പം അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് പള്ളിയിൽ ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഈ കോട്ടേഴ്സ്, സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് പിൽഗ്രിം കോട്ടേഴ്സ്. പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളവും ചെളിയൊക്കെ ഉണ്ടാവും. പിന്നെ പിൽഗ്രിം കോട്ടേഴ്സിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. ഇവിടെ റെന്റിന് പാത്രങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്, ഗ്യാസ് സ്റ്റവ് കൊടുക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് കിട്ടിയ റെസീറ്റ് നമ്മൾ ഇവിടെ റൂം വാർഡനെ ഏൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അതനുസരിച്ചുള്ള റൂം നമുക്ക് ഇവർ അലോട്ട് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ എപ്പോൾ കീ തിരിച്ചു കൊടുക്കുമ്പോഴോ ആ സമയത്തായിരിക്കും നമുക്ക് ഈ റെസീറ്റ് അവർ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്ത സമയത്തിന് ഏകദേശം 1 മണിക്കൂർ മുമ്പെങ്കിലും വെക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് റൂം ചെക്ക് ചെയ്തിട്ട് വേണം അവർക്കത് കീ തരാനായിട്ട്. ഇപ്പോൾ ലിഫ്റ്റ് സൗകര്യമുണ്ട്, പക്ഷേ ലിഫ്റ്റ് വളരെ ചെറുതാണ്. അതുകൊണ്ട് ഏകദേശം 2-3 പേർക്ക് മാത്രമാണ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന റൂമിലേക്കാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. അപ്പോൾ റൂമിൻ്റെ ഇൻസൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സിംഗിൾ ബെഡാണുള്ളത്. അപ്പോൾ നമുക്ക് 3 പേർക്കെന്നല്ല, നമുക്ക് 5 പേർക്കൊക്കെ വേണമെങ്കിൽ ഇത് ചേർത്തിട്ട് കിടക്കാൻ പറ്റും. അതുപോലെ തന്നെ കബോർഡ് സൗകര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ വെക്കാനുള്ള ഓപ്പൺ അലമാരയുണ്ട്. ബാത്റൂമിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റാണ് ഉള്ളത്. എന്നാൽ നമുക്കിവിടെ ഷവർ ഇല്ല, അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ സൗകര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ചാർജിങ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലഗ് മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ടേബിളും ഉണ്ട്, ഒരു കസേരയുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിൻ സൗകര്യം ഉണ്ട്, ഒരു മിററുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഡ്രെയിനേജ് ഒന്നും അത്ര പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു പോരായ്മ നമ്മളിതിനകത്ത് കണ്ടു. ഞങ്ങളെടുത്ത എല്ലാ റൂമുകളും തന്നെ സമാനമായ സൗകര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് അത്രമാത്രം മെയിൻ്റനൻസ് ഒന്നും വന്നിട്ടില്ലാത്തതുകൊണ്ടും ഉപയോഗിക്കുന്നതിന് നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അടുത്തത് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു റൂം പരിശോധിക്കാനായിട്ട് വന്നേക്കുവാണ്. അവിടുത്തെ ഇരിക്കുന്ന ഹൗസ് കീപ്പിങ്ങിൻ്റെ ആളുകൾ വന്നിട്ടാണ് റൂമുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നത്. എല്ലാ ഫോട്ടോയും എടുക്കും. ഇപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബുക്കിംഗ് സെൻറ്ററിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഈ റെസീറ്റ് കൊടുത്ത് നമുക്ക് അഡ്വാൻസ് കൊടുത്തതിൻ്റെ കോഷൻ ഡെപ്പോസിറ്റ് അല്ലേ തിരിച്ചു മേടിക്കണം. വെക്കേറ്റിംഗ്. അപ്പോൾ നമ്മൾ ഈ റെസീറ്റായിട്ട് നേരെ വെക്കേറ്റിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത അതേ ഓഫീസിലേക്ക് വന്നു. അതിന് പ്രത്യേകം ബുക്കിംഗ് വെക്കേറ്റിംഗ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടേക്ക് വന്നു. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്ത ആൾ തന്നെയായിരിക്കണം വരേണ്ടത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തമ്പ് ഇംപ്രഷൻ അവരെടുക്കും. അതനുസരിച്ചാണ് ഓരോ റൂമിൻ്റെയും ബുക്കിങ്ങിന് വെക്കേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഇവിടെ ബുക്ക് ചെയ്ത് കിട്ടിയ സമയത്തിന് മുന്നേ തന്നെ നമ്മൾ റൂം ഒഴിഞ്ഞു കൊടുക്കണം. കാരണം അവർക്ക് പരിശോധിക്കേണ്ടതൊക്കെ ആവശ്യകതയുണ്ട്. പലപ്പോഴും അവർ നമ്മൾ വൈകി വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡബിൾ ചാർജ് എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അനുഭവം ഉള്ളവരും അവിടെയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ എഴുതി തന്ന സമയത്തിന് മുന്നേ തന്നെ ഈ കൗണ്ടറിലേക്ക് വന്ന് നമ്മുടെ പൈസ നമുക്ക് കോഷൻ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടാൻ വേണ്ടി ഏറ്റവും എളുപ്പം അതായിരിക്കും. അപ്പോൾ സംഭവിച്ച് നമ്മൾ വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുത്തിരുന്ന 2400 രൂപ 3 റൂമിന് ഡബിൾ ചാർജ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടി. ഓക്കെ റെഡി. അപ്പോൾ വെക്കേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരികയാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.